ആക്ച്വലി ഇന്നലെ ഇവിടെ ഒരു വലിയൊരു നാടകം നടന്നു. ഒരു വലിയ നാടകം, അറസ്റ്റ് നാടകം. പിന്നെ ഇവിടെ കൊച്ചിയിലെ ഒരു വനിതാ നേതാവിനെതിരെ ഒരു വനിതാ നേതാവിനെയും അതുപോലെ തന്നെ ഒരു MLA-ക്കെതിരെയും ആരോപണം വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, വ്യക്തി ആക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട്, സൈബർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുൻ CPM നേതാവായ KM ഷാജഹാനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു നാടകം ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ KM ഷാജഹാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി, KM ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ CPM-നെ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോട് CPM-ന് പൊതുവെ ഭയങ്കര വിരോധമാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ ഇന്നലെ ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളമശ്ശേരിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. സൈബർ പോലീസ് ആണ് വന്ന് കൊണ്ടുപോയത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി പോയി. അതായത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തോ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശി വന്നോ, ശശി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ അറസ്റ്റ് ഒരു നാടകമാണ്. ശശിക്ക് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ഒരു നാടകരംഗം ക്രിയേറ്റ് ചെയ്യും. അത് മാനസികമായി ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ തളർത്താനായിട്ടാണ്, സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെ താറടിച്ച് കാണിക്കാനാണ്. കാര്യം PC ജോർജിൻ്റെ വിഷയം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അറിയാം. നിരവധി നേതാക്കളെ അവരുടെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ അതിഭീകരമായി ഇങ്ങനെ വേട്ടയാടൽ പരിപാടി ചെയ്യാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലീസ് വന്ന്, അദ്ദേഹം ഏതാണ്ട് 60 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലം 7-8 കൊല്ലം കൊണ്ട് ആയിക്കാണും. 55 വയസ്സിൽ ഇറങ്ങി. പക്ഷേ അദ്ദേഹം തളർന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇരുന്നു. ഇവർ കയറി മെമ്മറി കാർഡ് ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തെങ്കിലേ അദ്ദേഹം പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇന്നലെ ഇവർ ഇവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ കൊണ്ടുവന്ന ശേഷമുള്ള കുറച്ച് കാര്യങ്ങളിവിടെ അതും കൂടെ ഒന്ന് പറയാം. അതായത് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനായി. ഒന്നും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ ശേഖരിച്ച് കൊണ്ടുപോയതിന് ശേഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, നിങ്ങൾ എനിക്ക് പോലീസ് സംരക്ഷണം തരുമെങ്കിൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഏതോ ഒരു ട്രെയിൻ കയറി പാവം ഉച്ചയ്ക്ക് 2 മണിക്ക് അങ്ങോട്ട് ആലുവ എത്തി. ഇവർ വണ്ടി കൂടെ കയറ്റി കൊണ്ടുപോയി. 1 മണിക്കൂർ പോലും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹം സധൈര്യം കൊടുത്ത മെമ്മറി ചോദ്യം ചെയ്യാൻ പാകത്തിന് അതിലെന്താ ഉള്ളത്? വീഡിയോ ചെയ്തോ? അദ്ദേഹം അതിലൊരിക്കലും സധൈര്യം അദ്ദേഹം സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നെ എന്താ ചോദ്യം ഉള്ളത്? തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം ഒന്നും തന്നെ ഈ നേതാവിന്റെ പേര് പരാമർശിക്കുന്നില്ല. ആരെക്കുറിച്ചും ആദ്യം പറഞ്ഞ വീഡിയോയിലൊന്നുമില്ല. പിന്നീട് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, ആരോപണം പറയുമ്പോൾ ഞാനാണ് അല്ലെങ്കിൽ ഇന്നാരാണെന്നും പറഞ്ഞ് ചാടി ഇറങ്ങിയൊക്കെ ഇവർ വന്നു. അതിലാണ് ഇവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇത് ഈ കോഴി കട്ടവന്റെ തലയിലെ പൂട കാണുള്ളത് പറയാ പോലെ കോഴിക്കള്ളന്മാര് അറിയാണ്ട് തലയിലൊന്ന് തടവി നോക്കും. അപ്പോൾ അതിലേതോ ഒരു കോഴിക്കള്ളനായി ആരോ ഉണ്ട് ഇതിനകത്ത്. അതെ. പക്ഷെ ഇടയിലേക്ക് ചാടി കയറി മുന്നിലേക്ക് വന്നതും ഈ പറയുന്ന പരാതി കൊടുത്ത KJ ഷൈൻ എന്ന് പറയുന്ന നമ്മളുടെ വനിതാ നേതാവ്, അവരുടെ പേര് ഒരു മാധ്യമങ്ങളും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന KM ഷാജഹാൻ സാർ ആണെങ്കിലും അതിലും മുന്നേ ഈ വാർത്ത വന്ന മെട്രോ വാർത്തയിലാണെങ്കിലും KJ ഷൈൻ എന്ന് പറഞ്ഞിട്ടില്ല, KN ഉണ്ണികൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു CPM MLA ആൻഡ് ഇവിടെ എറണാകുളത്ത് ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് KN ഉണ്ണികൃഷ്ണനാണെന്നും അല്ലെങ്കിൽ KJ ഷൈൻ ആണ് എന്നും അങ്ങനെയൊന്നും നമ്മൾ ആരും കൂടെ ആരോപിച്ചിട്ടില്ല. KM ഷാജഹാൻ സാറിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് ടു എൻഡ് എത്ര തവണ നമ്മൾ കേട്ട് നോക്കി. അതിലൊരു കാര്യവും ഈ കേസെടുക്കാനായിട്ടുള്ള അതിനാസ്പദമായിട്ടൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1 മണിക്കൂർ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു. 1 മണിക്കൂർ പോയിട്ട് ജസ്റ്റ് അത് അദ്ദേഹം പറയുന്ന ആ ഒരു ഒറ്റ വേർഡിൽ സാധനം തീർന്നു. ആ വീഡിയോ ചെയ്തിട്ടുണ്ടോ? വീഡിയോ ചെയ്തതാണ് തെറ്റെങ്കിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ എവിടെയാണ് ഈ KJ ഷൈൻ്റെ പേര് അല്ലെങ്കിൽ KN ഉണ്ണികൃഷ്ണൻ്റെ പേര്? ഒരാളെയും വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടില്ല അതിനകത്ത്. പിന്നെ അദ്ദേഹത്തോട് അതിൽ കൂടുതൽ പോലീസിന് എന്താണ് ചോദിക്കാനുള്ളത്? പക്ഷെ അവർക്ക് പോലീസ് ആ ചോദിച്ചതിന് എനിക്ക് പോലീസിന് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അത്രയും പ്രഷർ മോളിൽ നിന്നുണ്ടാവും. അപ്പൊ പിന്നെ 1 മണിക്കൂർ അവര് കഷ്ടപ്പെട്ട് അത് എഴുതിയെടുത്തെങ്കിൽ പോലും FIR റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ആ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവാം. അതിന് 1 മണിക്കൂർ ധാരാളമാണ്. പക്ഷെ 6 മണിക്കൂർ ആ മനുഷ്യൻ അതിനകത്തിരുന്നു. 6 മണിക്കൂർ പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇരിക്കണം, ഇവിടെ ഇരിക്കണമെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് വളരെ ജോളിയായിട്ട് 6 മണിക്കൂറെങ്കിലും അദ്ദേഹത്തെ ഇരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പാവം പിടിച്ച പോലീസുകാർക്ക് കഷ്ടമാകും. ഒരു SHO PR ജഗദീഷാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത്. പിന്നെ CI ബിനാമിപുരം ഒരു സുനിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഈ ജഗദീഷാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ ഇതിനകത്തെ നമുക്ക് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിവിടെ പറയാനുണ്ട്. അതായത് ഈ പോലീസ് മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. പോലീസ് ഇതിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ, മെമ്മറി കാർഡ് പിടിച്ചെടുത്തു മനോരമയിൽ ന്യൂസുള്ള. അപ്പോൾ ഇതിനകത്ത് നമ്മൾ
പിടിച്ചെടുക്കാൻ ആ മനുഷ്യൻ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് മെമ്മറി കാർഡും കൊണ്ട് ഇവിടെ ഇന്ന മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തതാ. അപ്പോ അദ്ദേഹത്തിന്റെ ധൈര്യം ശരിക്കും ഞാൻ സമ്മതിച്ചു. ശരിക്കും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരനല്ല. ആ നിൽക്കുന്ന ഒരു നിപ്പില് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നിപ്പോയി. ഇന്നലത്തെ കുറെ വിഷ്വൽസ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്നറിയോ, പോലീസ് തലയെ കൈവച്ചുകൊണ്ട് ഓടേണ്ട സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാര്യം ഈ മെമ്മറി കാർഡ് പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ, പോലീസ് കേൾക്കുമ്പോൾ പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. കാര്യം ഈ ആരോപണം പറഞ്ഞത് എന്നുള്ളത് ആ ഒരു വസ്തുതയല്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരുപാട് ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ വിഷയങ്ങൾ വാർത്തകളിലൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ KM ഷാജഹാൻ. അപ്പോൾ KM ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മെമ്മറി കാർഡ് കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ ടോപ്പിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേണമെങ്കിൽ അറിയിക്കും, സാറേ ഇത് കേസാക്കണ്ട, കോടതി പോയ പാർട്ടി നാറും, CPM നാറും. എന്ത് പറയുന്നു? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ ഏറ്റവും കൂടുതലുള്ളത്? ഇത് ഉറപ്പായിട്ടും KM ഷാജഹാൻ ഇന്നലെ അറസ്റ്റ് നടന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടും ഒരു അറസ്റ്റ് നടന്നാൽ എന്താ ചെയ്യുന്നത്? അതിലുള്ള വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്, വെയിൽ കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകളാണ്. അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഒരാൾ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പോലീസ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കാണ്ടിരുന്നത്? കോടതിയിൽ പോയി കഴിഞ്ഞാലും തെളിവില്ല, കോടതിയിൽ പോയാലും നിസ്സാരമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങും. പിന്നെ ഒരു കാര്യം മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ കോടതിയിലെല്ലാം പറയാം. എനിക്ക് നിങ്ങളോട് ആളുടെ പേര് ഞാൻ പരാമർശിച്ചിട്ടില്ല. ആ ഉത്തരവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയൊരു കാര്യം. ആളുടെ പേര് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ആൾ ആരാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കോടതിയിൽ വരട്ടെ കേസ്, കോടതിയിൽ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ അനങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ആ മനുഷ്യൻ വായ തുറന്ന് കുറച്ച് കാര്യങ്ങളങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരി, വാതുറന്ന് പറയുന്നതല്ല. ഈ മെമ്മറി കാർഡ് എടുക്കുമ്പോൾ ആ മെമ്മറി കാർഡിനകത്തുള്ള കാര്യങ്ങൾ കേട്ട് പോലീസ് ഞെട്ടിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും അത് അപ്പൊ തന്നെ റിപ്പോർട്ട് മോളിൽ ചെന്നിട്ടുണ്ടാവും. ആരാണോ ഈ അറസ്റ്റ് നാടകം കളിച്ചത്? സാർ, ഈ അറസ്റ്റ് നാടകം നമുക്ക് വേണ്ട. നമ്മൾ ഏതോ സിനിമയിൽ പറയുമ്പോൾ വിട്ടോടാ എന്ന് പറയും. കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അയ്യോ നമ്മൾ വിട്ടോടാ എന്ന് പറയും. അതുപോലെ ഈ മെമ്മറി കാർഡിൽ ശബ്ദിക്കുന്ന നിരവധി തെളിവുകൾ ഈ ഒരു കേസായിരിക്കില്ല. ഇതിപ്പം ഷൈൻ ടീച്ചർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെക്കുറിച്ചോ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതിലുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പോലീസായിട്ട് പുറത്തു പറയില്ല. ഇത് കൃത്യമായിട്ടും കേസിൽ ഷാജഹാന്റെ പിന്നാലെ കൂടാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CPM ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വിലയില്ല, ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഈ നെറികെട്ട വൃത്തികെട്ട ഈ CPM സംബന്ധിച്ച് ഈ തരത്തിലുള്ള നെറികെട്ട കളിയെ അവർക്ക് കളിക്കാൻ അറിയാവും. ഇത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞല്ലോ, വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ ഇപ്പൊ സംസാരിച്ചല്ലോ, എനിക്ക് കോൺഗ്രസ്സുകാരെ വിശ്വാസക്കുറവില്ല, സംശയമില്ല, എനിക്ക് സംശയമുള്ളത് എന്റെ പാർട്ടിക്കാർ തന്നെയാണ്. കോൺഗ്രസിന്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒറ്റ ഒരു വരിയിൽ എല്ലാം ഉണ്ട്. അതായത് ഉൾപാർട്ടി രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് KN ഉണ്ണികൃഷ്ണൻ അറിയാം. പിന്നെ പ്ലസ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഈ ആരോപണ വിധേയരായിരിക്കുന്നത് ആരൊക്കെയാണ്? ഇവർ പറയുന്നു ഉണ്ണികൃഷ്ണനെ പറ്റിയും KG ഷൈനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ KG ഷൈൻ പരാതി കൊടുക്കുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ അവിടെയും അനങ്ങാണ്ട് നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പിന്നെ കൊടുത്തു, 4 MLA മാരും കൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ 5 പരാതി ഇദ്ദേഹത്തിനെതിരെയായെന്ന് പറയുന്നു. അത് ഉണ്ണികൃഷ്ണൻ ഗത്യന്തരമില്ലാണ്ട് കൊടുത്തതായിരിക്കാം. പക്ഷേ ഇവരാരും തന്നെ KM ഷാജഹാനെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. CPMന്റെ ഈ അടിമക്കമ്മികളല്ലാതെ അല്ലെങ്കിൽ ഈ ന്യായീകരണ തൊഴിലാളികളല്ലാതെ മെയിൻ നേതാക്കൾ ആരും എന്തുകൊണ്ടാണ് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പറയാം. അതായത് പോലീസ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഒരു വാർത്ത മാത്രമല്ല, CPMനകത്തെ നിരവധി നെറികെട്ട കളികളുടെ വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ കൈവശം എത്തിക്കഴിഞ്ഞു. സൈബർ പോലീസ് ഞെട്ടിയിരിക്കുന്നു. ആ മെമ്മറി കാർഡ് KM ഷാജഹാൻ വെറുതെ കൊടുക്കില്ലല്ലോ. ഒരു സൂചന തന്നെ ആയിരിക്കും അദ്ദേഹം കോടതിയിൽ പറയാമെന്ന് പറഞ്ഞതിലും ഇപ്പൊ വെട്ടില്ല. ആ ഒരൊറ്റ ഡയലോഗിലുണ്ട് എല്ലാ കാര്യങ്ങളും.